ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ മിക്സർ ആൻഡ് സെപ്പറേഷൻ എന്ന് പറയുന്ന ക്ലാസ് 6 സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും NSMCക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിൽ പിൻഡ് ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് കാണാവുന്നതാണ്. ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. നമുക്ക് നവംബർ 1-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. സോ നമ്മൾ മിക്സർ ആൻഡ് സെപ്പറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇന്ന് മേജർലി നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഫോർ പ്യുവർ സബ്സ്റ്റൻസ്. അപ്പോൾ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് അറിയുന്നത്? പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും എന്താണ് ഡിഫറൻസ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിക്സ്ചേഴ്സ്? മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, ഒരുപാട് തിങ്സ് കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മിക്സ്ചേഴ്സ് എന്ന് പറയുക. ആ മിക്സ്ചേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ സെപ്പറേറ്റ്. പ്യുവർ സബ്സ്റ്റൻസ് പറഞ്ഞാൽ നമുക്ക് ഈസിലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്യുവർ ആയിട്ടുള്ള തിങ്ങിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് വിളിക്കുക. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡൊക്കെ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പ്യുവർ ഗോൾഡ് ആണ് കേട്ടോ. പ്യുവർ ഗോൾഡ് എന്താണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പക്ഷേ നമ്മൾ ഓർണമെൻ്റൽ പർപ്പസിന് എടുക്കുന്ന എന്താണ്, ഒരു മിക്സ്ചറാണ്. അത് നമ്മൾ കോപ്പറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 916 ഗോൾഡ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ബേസ് ചെയ്തിട്ടാണ് നോക്കാൻ പോകുന്നത്. പ്യുവർ സബ്സ്റ്റൻസ് can contain only one kind of particles. ഒരു സിംഗിൾ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പ്യുവർ സബ്സ്റ്റൻസിൽ കാണാൻ പറ്റുക. ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ കോപ്പർ സൾഫേറ്റിൻ്റെ ആ ഒരു പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഷുഗർ ആണെങ്കിൽ ഷുഗർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോൾട്ട് ആണെങ്കിൽ സോൾട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളതാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു പ്യുവർ സബ്സ്റ്റൻസ് പറയുന്നത്. ഇനി പ്യുവർ സബ്സ്റ്റൻസ് മേ ബി കോമ്പൗണ്ട്സ് ഓർ മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസും മിക്സേഴ്സും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം പ്യുവർ സബ്സ്റ്റൻസ് ക്യാൻ ബി കോമ്പൗണ്ട്സുകളാവാം. കോപ്പർ സൾഫേറ്റ് ഒരു കോമ്പൗണ്ടാണ്, അത് പ്യുവർ സബ്സ്റ്റൻസ്. അതിൻ്റെ മോളിക്യൂൾസ് മാത്രമാണെങ്കിൽ, അതിൻ്റെ പാർട്ടിക്കിൾസ് മാത്രമാണെങ്കിൽ അതെന്താണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് ക്യാൻ ബി എ കോമ്പൗണ്ട് ആവും. അതുപോലെ തന്നെ അത് എലമെൻറ്റ്സ് ആവാം, ഓക്സിജൻ, ഹൈഡ്രജൻ ഇതുപോലെയുള്ള എലമെൻറ്റ്സ് ആവാം. ഓക്കെ, സോ അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. ഇതൊക്കെ എന്താണ്, പ്യുവർ സബ്സ്റ്റൻസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി മിക്സ്ചേഴ്സ് ഒരിക്കലും പ്യുവർ സബ്സ്റ്റൻസ് ആവില്ല. മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഇതെല്ലാം നമ്മൾ എയർ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. എയർ ഈസ് എ മിക്സ്ചർ. എയറിൽ എന്തുണ്ടാവും, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹീലിയം ഉണ്ട്, ആർഗൺ ഉണ്ട്, ഒരുപാട് ഗ്യാസുകൾ നമുക്ക് കാണാൻ പറ്റും. സോ ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരുപാട് പാർട്ടിക്കിൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് വി ക്യാൻ ഓൾസോ സെപ്പറേറ്റ് ദം. നമുക്ക് സെപ്പറേറ്റും ചെയ്യാൻ പറ്റും. അപ്പം അവരെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് വിളിക്കുക. അപ്പം ആ ഒരു കംപ്ലീറ്റ്ലി എന്താണ് അവിടെ റോങ് ആണ്. പ്യുവർ സബ്സ്റ്റൻസ് ഒരിക്കലും എന്തല്ല, മിക്സ്ചേഴ്സ് അല്ല. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും എന്തായാലും ഡിഫറെൻ്റ് ആണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പ്യുവർ സബ്സ്റ്റൻസ് ഹാവ് ദ സെയിം കോമ്പോസിഷൻ ത്രൂ ഔട്ട്. പ്യുവർ സബ്സ്റ്റൻസിന് സെയിം കോമ്പോസിഷൻ ആയിരിക്കും ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റുക. ഒരു വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിളാണ് അതിന് കാണാൻ പറ്റുക. സോ ത്രൂ ഔട്ട് അതിന് സെയിം പ്രോപ്പർട്ടിയാണ് കാണാൻ പറ്റുക പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കേസിൽ. സോ അതും കറക്റ്റാണ്. ഇനി പ്യുവർ സബ്സ്റ്റൻസ് ക്യാൻ ബി എക്സംപ്ലിഫൈഡ് ബൈ ഓൾ എലമെൻറ്റ്സ് അതർ ദാൻ നിക്കൽ അല്ലാതെ ബാക്കി എല്ലാ കോമ്പണൻസിനെ അല്ലെങ്കിൽ ബാക്കി എല്ലാ എലമെൻസിനും നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവർ പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് പറയുന്നത്. ആക്ച്വലി നിക്കലും എന്താണ്, ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സോ ഇതെന്താണ്, റോങ് ആണ് കേട്ടോ. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ കാണുന്ന എല്ലാ എലമെൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് പറയാൻ പറ്റും. അവർ സിംഗിളി ആണ്, വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ദേ ആർ ഓൾ പ്യുവർ സബ്സ്റ്റൻസ്. നിക്കൽ അതിൽ എക്സെപ്റ്റഡ് ആയിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഒഴിഞ്ഞ് വരുന്നില്ല. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇത് റോങ് ആണ്. സോ 1 and 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സോ നമുക്ക് നോക്കാം, എ പ്യുവർ സബ്സ്റ്റൻസ് ഈസ് എ മാറ്റർ മേഡ് അപ്പ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ, ആറ്റംസ് ഓർ മോളിക്യൂൾസ് വിത്ത് എ ഫിക്സ്ഡ് കോൺസ്റ്റന്റ് സ്ട്രക്ചർ ആൻഡ് ഡിസ്റ്റിങ്ക്ട് പ്രോപ്പർട്ടീസ്. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഉള്ള സെയിം നമ്പർ ഓഫ് ആറ്റംസ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ, ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, കോമ്പൗണ്ട്സ് ആവാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വി കോൾ ഇറ്റ് ആസ് പ്യുവർ സബ്സ്റ്റൻസ്. ദീസ് സബ്സ്റ്റൻസ് cannot be separated into simpler compounds by physical methods like ഫിൽട്രേഷൻ ഓർ ഇവാപ്പറേഷൻ പോലെയുള്ള സിംപ്ലർ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ സെപ്പറേറ്റ് ദി മിക്സ്ചേഴ്സ് ബൈ യൂസിങ് സിമ്പിൾ ടെക്നിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പ്യുവർ സബ്സ്റ്റൻസ്. പ്യുവർ സബ്സ്റ്റൻസിൽ വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ്, ഒരു ടൈപ്പ് എ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അടുത്ത പാർട്ടിക്കിളും ടൈപ്പ് എ എന്ന് പറയുന്ന പാർട്ടിക്കിളായിരിക്കും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മാത്സ് ദ ഫോളോയിങ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെപ്പറേഷൻ ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇവാപ്പറേഷൻ, സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് ഡിസ്റ്റിലേഷൻ, ഫിൽട്രേഷൻ ആൻഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മാഗ്നറ്റ്സ് യൂസ് ചെയ്തിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു
ലിക്വിഡിനെ അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ വാട്ടറിനെ നമ്മൾ വാട്ടർ വേപ്പറായിട്ട് അല്ലേ, വാട്ടറിനെ അതിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ദറ്റ് ഈസ് വാട്ടർ വേപ്പർ എന്ന് പറയുന്ന കണ്ടീഷനായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ സോളിബിൾ ആയിട്ടുള്ള ഒരു തിങ്ങിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഇവാപ്പറേഷൻ. അപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്ന് എന്ത് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിക്വിഡ്സ് ഉണ്ട്. നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഒരു ക്രൂഡ് ഓയിലിൽ നിന്ന് നമ്മൾ പെട്രോളും ഡീസലും ആക്ച്വലി എന്താണ്, അവർ മിക്സ് ചെയ്ത് എടുക്കുന്ന പാർട്ടിക്കിളാണ്. ക്രൂഡ് ഓയിൽ മിക്സ് ചെയ്തിട്ട് പെട്രോൾ ഉണ്ടാവും, ഡീസൽ ഉണ്ടാവും, കെറോസിൻ ഉണ്ടാവും. ഇതിലെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിന് ടെക്നിക്ക് യൂസ് ചെയ്യുക. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും, അവരുടെ ഒരു ബോയിലിംഗ് പോയിന്റ്സിൽ സെർട്ടൺ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. അതിൻ്റെ ഡിഫറൻസിലാണ് എന്ത് ചെയ്യുക, അവരെ സെപ്പറേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ നോർമലി നമ്മൾ ഓയിൽസ്, വാട്ടറൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കിടക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുക അങ്ങനെ ഒരു ലിക്വിഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ബോയിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ബോയിൽ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ബോയിൽ ചെയ്തിട്ട് നമ്മൾ വേറൊരു വെഹിക്കിളിലേക്ക് സെലക്ട് ചെയ്യും. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഡിസ്റ്റിലേഷൻ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റിലേഷൻ ടെക്നിക്ക് ആക്ച്വലി വർക്ക്സ് ഓൺ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഡിഫറെൻറ്റ് ലിക്വിഡ്സിൻ്റെ ബോയിലിംഗ് പോയിന്റ് വെച്ചിട്ടാണ് ഡിസ്റ്റിലേഷൻ വർക്ക് ചെയ്യുന്നത്. മാഗ്നറ്റിക് സെപ്പറേഷൻ വർക്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. സീവിങ്ങോട് ചോദിച്ചിട്ടുള്ള ഫിൽട്രേഷൻ ആണ് അല്ലേ. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസോളിബിൾ അല്ലെങ്കിൽ അൺസോളിബിൾ ആയിട്ടുള്ള ഒരു തിങ് ഉണ്ടാവും, അല്ലെങ്കിൽ നോൺ സോളിബിൾ ആയിട്ടുള്ള ഒരു തിങ്ങിൽ ലയിച്ചിട്ടില്ലാത്ത, ഡിസപ്പിയർ ചെയ്യാത്ത, ഡിസോൾവ് ആവാത്ത എന്തെങ്കിലും തിങ് ഉണ്ടാവില്ലേ. നമ്മളിപ്പം എസ്പെഷ്യലി നോക്കണമെങ്കിൽ മഡി വാട്ടറിൽ മഡ് എന്ത് ചെയ്യില്ല, വാട്ടറിൽ മിക്സ് ആവും ഇല്ല അല്ലേ. മഡും വാട്ടറും സെപ്പറേറ്റ് ലേയേഴ്സ് ആയിട്ടാണ് കിടക്കുക. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിൽറ്റർ പേപ്പറൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ടൊക്കെ മഡി വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്യുവർ വാട്ടറായിട്ട് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും അല്ലേ, ഫിൽറ്റർ പേപ്പറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇൻസോളിബിൾ ആയിട്ടുള്ള ഒരു സോളിഡ് തിങ്ങിനെ ഒരു ലിക്വിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫിൽട്രേഷൻ. സോ അവിടെ നമ്മൾ നോക്കുക പാർട്ടിക്കിൾ സൈസ് ആണ് കേട്ടോ. അവിടെ നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. അവിടെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ഇൻസോളിബിൾ ആയിട്ടുള്ള സോളിഡിൻ്റെ പാർട്ടിക്കിൾ സൈസാണ്. ഇനി ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് സോളിബിലിറ്റിയാണ്. സോളിബിൾ ആയിട്ടുള്ളൊരു തിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോളിഡിനെ ഒരു വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലിക്വിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇവാപ്പറേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ P കറക്റ്റ്ലി മാച്ച് ആവുന്നത് 1ലേക്കാണ്, Q കറക്റ്റ്ലി മാച്ച് ആവുന്നത് 4ലേക്കാണ്, R കറക്റ്റ്ലി മാച്ച് ആവുന്നത് എവിടേക്കാണ്, 2ലേക്കാണ്, ആൻഡ് എസ് കറക്റ്റ്ലി മാച്ച് ആവുന്നത് 3ലേക്കാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ വരേണ്ടത്. ഓപ്ഷൻ ഇവിടെ കൊടുത്തില്ല, നമുക്ക് ഓപ്ഷൻ എന്ത് ചെയ്യും വരും. ഓക്കെ, സോ അതെന്ത് ചെയ്യാൻ നിങ്ങൾ നോക്കാം. ഡിഫറെൻറ്റ് മിക്സ്ചർ സെപ്പറേഷൻ പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിലാണ് സോളിഡും ലിക്വിഡും സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. സോളിഡ് പ്ലസ് ലിക്വിഡ് ആയിട്ടുള്ള മിക്സ്ചറിനെയോ അല്ലെങ്കിൽ ലിക്വിഡ് പ്ലസ് ലിക്വിഡ് ആയിട്ടുള്ള മിക്സ്ചറിനെയോ നമ്മൾ 2 ലേയേഴ്സ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ഡീകാൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യും. 2 സെപ്പറേറ്റ് ലേയേഴ്സ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, 2 ലെയറുകളായിട്ട് കിടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനാണ് ഡീകാൻറ്റേഷൻ യൂസ് ചെയ്യുക. സിമ്പിൾ ഡിസ്റ്റിലേഷൻ സോളിഡ് പ്ലസ് ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞ ക്രൂഡ് ഓയിൽ സെപ്പറേഷൻ ഒക്കെ. അവിടെ നമ്മൾ 2 ലിക്വിഡ്സിന് ഉണ്ടാവും, അവരുടെ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസിന് എന്ത് ചെയ്യും, നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇനി മാഗ്നറ്റിക് സെപ്പറേഷൻ ആണെങ്കിൽ രണ്ടും സോളിഡ് ആയിരിക്കണം, സോളിഡ് ആവണമെന്നില്ല. ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ മാഗ്നറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് സോളിഡ് പ്ലസ് ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ലിക്വിഡ് പ്ലസ് ലിക്വിഡ് ആവാം. അതിന് ഹൈ സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് സെൻട്രിഫിക്കേഷൻ. ഇവാപ്പറേഷൻ സോളിഡ് പ്ലസ് ലിക്വിഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ആൻഡ് സോളിഡ് പ്ലസ് ലിക്വിഡ് ആയിട്ടുള്ള കണ്ടീഷൻ, ലിക്വിഡ് പ്ലസ് ലിക്വിഡ് ആയിട്ടുള്ള കണ്ടീഷൻ, അതിനെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ബേസിസിൽ അതായത് ഒരു പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുന്നു, നമ്മളിതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോമറ്റോഗ്രഫി എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീവ്സിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ലീഫിൽ കളർ കൊടുക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. ആ പിഗ്മെൻറ്റ്സിനൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ സെപ്പറേറ്റ് ചെയ്യുക ക്രോമറ്റോഗ്രഫി വെച്ചിട്ടാണ്. അതിനെയാണ് നമ്മൾ ക്രോമറ്റോഗ്രഫി എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് ഫ്ലോട്ടാണോ, സിങ്ക് ചെയ്യുന്നുണ്ടോ, വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടോ, സിങ്ക് ചെയ്യുന്നുണ്ടോ എന്നനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അത് മേജർലി സോളിഡ് പ്ലസ് ലിക്വിഡ് ആയിട്ടുള്ള മിക്സ്ചറിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ആയിട്ടുള്ള ഒരു സോളിഡിനെ അതിൻ്റെ ക്രിസ്റ്റൽ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതിനാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുക. അത് ഡെഫിനറ്റ്ലി സോളിഡ് ആണ്, നമുക്ക് സോളിഡ് പ്ലസ് ലിക്വിഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇനി എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിനെ മറ്റൊരു ലിക്വിഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, അത് നമ്മൾ ചെയ്യും. ആൻഡ് സീവിങ് എന്ന് പറയുന്നത് സ്ക്രീനിങ് അല്ലേ, നമ്മൾ അരിപ്പ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സിനെ, അതായത് പാർട്ടിക്കിൾ സൈസിൻ്റെ ഡിഫറൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അത് രണ്ടും എന്താണ്, സോളിഡ് ആവണം. സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മഡി വാട്ടർ നമ്മൾ കേസ് പറഞ്ഞു.
മഡി വാട്ടറിൽ കുറച്ച് കഴിഞ്ഞാൽ മഡ് വിൽ സെറ്റിൽ അല്ലേ, മഡ് വിൽ സെറ്റിൽ ഡൗൺ ഇൻ വാട്ടർ. നമുക്കറിയാം മഡിന് എന്താണ് കുറച്ചുകൂടി ഹെവിയർ ആണ് മഡ് അല്ലേ, കമ്പയർ ടു വാട്ടർ എന്താണ് ഹെവിയർ ആണ്. അപ്പോൾ ഹെവിയർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, മഡ് വിൽ സെറ്റിൽ ഡൗൺ ആൻഡ് വാട്ടർ വിൽ ഫ്ലോട്ട് അല്ലേ, വാട്ടർ വിൽ ഫ്ലോട്ട്, അല്ലെങ്കിൽ വാട്ടർ മുകളിൽ ഒരു ലെയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ത്രൂ ഡീകാൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹെവിയർ ആയിട്ടുള്ള കോമ്പൗണ്ട് സെറ്റിൽ ചെയ്യുന്നതാണ് നമ്മുടെ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ബേസ് ചെയ്തിട്ടാണ് സെഡിമെൻറ്റേഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി സീവിങ് എന്ന് പറയുന്നത് നമുക്കറിയാം സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. സീവിങ് എന്ന് പറയുന്നത് അരിപ്പയിൽ എന്താണ്, അതിൻ്റെ പാർട്ടിക്കിൾ സൈസിൻ്റെ ഡിഫറൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി വിന്നോയിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അറിയണം. അപ്പോൾ നമുക്ക് വിന്നോയിങ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം അല്ലേ. വിന്നോയിങ് എന്ന് പറഞ്ഞാൽ ബ്ലോയിങ് ത്രൂ വിൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്. അവിടെ നമ്മൾ നോക്കുന്നത് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്കൊരിക്കലും സെഡിമെൻറ്റേഷൻ വെയിറ്റ് ആവില്ലല്ലോ, സെഡിമെൻറ്റേഷൻ വെയിറ്റ് ആവില്ല. അപ്പോൾ സേവിങ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് കറക്റ്റാണ്. സെഡിമെൻറ്റേഷൻ വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് അല്ല, സോറി, വിന്നോയിങ് ആണ് വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് കറക്റ്റായിട്ട് വരാം. വെയിറ്റ് ബേസ് ചെയ്തിട്ടാണ്. ലൈറ്റർ ഇമ്പ്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, വിൻഡ് വെച്ചിട്ട് ബ്ലോ ചെയ്ത് പോക്കുന്നതിനാണ്, സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് എസ് വിന്നോയിങ്. ആൻഡ് സെപ്പറേറ്റിംഗ് ഫണൽ നമ്മൾ യൂസ് ചെയ്യുക എപ്പോഴാണ്, സെപ്പറേറ്റിംഗ് ഫണൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സെപ്പറേറ്റിംഗ് ഫണൽ ഇതാണ്, അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക, 2 ലേയേഴ്സ് ആയിട്ട് കിടക്കുന്നതിനാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, മിസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സെഡിമെൻറ്റേഷൻ ഏതായിരിക്കും, സോളിബിലിറ്റി ആയിരിക്കും. അപ്പം സെഡിമെൻറ്റേഷൻ സോളിബിലിറ്റി ആണ്. സോളിബിൾ അല്ലാത്ത തിങ് ആയിരിക്കും സെഡിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇൻസോളിബിൾ ആയിട്ടുള്ള തിങ് ആയിരിക്കും സെഡിമെൻറ്റ് ചെയ്യുക. സോ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് P1 ആണ്, Q3 ആണ്, R2 ആണ് ആൻഡ് S4 ആണ്. സോ കറക്റ്റായിട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ, ഇങ്ങനെയായിരിക്കും മാച്ച് ചെയ്യുക. ഇനി അടുത്തതും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നുള്ളത്. സോ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്, നമുക്ക് നോക്കാം. അപ്പം മിക്സർ ഓഫ് സാൻഡ് ആൻഡ് വാട്ടർ, സാൻഡ് വാട്ടർ മിക്സ് ആവുമോ നോക്കാം. സാൻഡ് വാട്ടർ മിക്സ് ആവില്ല. അപ്പോൾ ഇൻസോളിബിൾ ആണ് സാൻഡ് വാട്ടർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഈസിലി ഫിൽറ്റർ പേപ്പറൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് പറഞ്ഞു, സോളിഡിനെ ലിക്വിഡിൽ നിന്ന്, ഇൻസോളിബിൾ ആവുന്ന സോളിഡിനെ ലിക്വിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് വി കോൾ ഇറ്റ് ആസ് ഫിൽട്രേഷൻ. അപ്പോൾ ഫിൽട്രേഷൻ ആണ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫിൽറ്റർ യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ മിക്സർ ഓഫ് അയൺ ഫൈലിങ്സ് ആൻഡ് സാൻഡ്, ഒരു മണലിൽ നിന്ന് നമ്മൾ അയൺ ഫൈലിങ്സ് മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാഗ്നറ്റിക് സെപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി സോൾട്ടും വാട്ടറും, സോൾട്ട് എന്താണ്, കംപ്ലീറ്റ്ലി മിക്സ് ആവും അല്ലേ, വാട്ടറിൽ മിക്സ് ആവും, ഡിസപ്പിയർ ആവും, അപ്പോൾ ഡിസോൾവ് ആവും. അപ്പം സോളിബിൾ ആയുള്ള ഒരു തിങ്ങാണ് സോൾട്ട് എന്ന് പറയുന്നത്. സോ സോളിബിൾ ആയുള്ള ഒരു തിങ്ങിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ്. അവിടെ നമ്മൾ വാട്ടറിനെ ഇവാപ്പറേറ്റ് ചെയ്ത് വാട്ടർ വേപ്പറാക്കി മാറ്റും. സാൻഡിൽ അല്ലെങ്കിൽ സോൾട്ട് അവിടെ എന്ത് ചെയ്യും, കിടക്കും. സാൻഡല്ല, സോറി, സോൾട്ട് എന്ത് ചെയ്യും, അവിടെ കിടക്കും. അപ്പോൾ ആ സോൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യാം. ഇനി ഒരു ചോക്ക് പൗഡറും വാട്ടറും നമുക്ക് എന്താണ്, ചോക്ക് പൗഡറും വാട്ടറും നമ്മൾ നോക്കുകയാണെങ്കിലും അതെന്താണ്, നമുക്ക് അവിടെയും നമുക്ക് നോക്കാൻ പറ്റുന്നത് എന്താണ്, നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവിടെയും നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചോക്ക് പൗഡർ ഇൻസോളിബിൾ ആണ്, പക്ഷെ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് കുറവാണ്. അപ്പോൾ നമുക്ക് സെഡിമെൻറ്റേഷൻ ആൻഡ് ഡീകാൻറ്റേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ചോക്ക് പൗഡറിൻ്റെ കേസിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചും കൂടിയും നന്നായിട്ട് സൂട്ടബിൾ ആവുന്നത് ഏതാണ്, ചോക്ക് പൗഡറിൻ്റെ കേസിലാണ്. അപ്പോൾ ചോക്ക് പൗഡറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് എല്ലാം വായിച്ച് നോക്കണം, അതാണ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെഡിമെൻറ്റേഷൻ ആൻഡ് ഡീകാൻറ്റേഷൻ സാൻഡിൻ്റെ കേസിൽ നടക്കും. പാർട്ടിക്കിൾ സൈസ് എന്തല്ല, അത്രത്തോളം ഫൈൻ അല്ല. ചോക്കിൻ്റെ കേസിൽ അത്രത്തോളം ഫൈൻ അല്ല എന്ത്, സാൻഡ് എന്ന് പറയുന്നത്. സോ സാൻഡ് പാർട്ടിക്കിൾസ് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡീകാൻറ്റേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ചെയ്യാൻ പറ്റും. ആൻഡ് ചോക്ക് പൗഡറിനെ കുറച്ചുകൂടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ഫിൽറ്റർ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ A1 ആണ്, B4 ആണ്, ആൻഡ് C കറക്റ്റായിട്ട് വരുന്നത് 3 ആണ്, ആൻഡ് D കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്, 2 ആണ്. സോ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ ഓർഡറിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും, അതായിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ. ഇൻ കേസ് ഇത് എക്ക് പകരം ഇവിടെ A എന്താണ് കൊടുത്തിട്ടുള്ളത്, A2 ആണ്, D1 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ അതും എന്താണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, സോ നമുക്ക് എഴുതാൻ പറ്റും. ഇത് രണ്ടും എന്താണ് കറക്റ്റാണ്, A1 or 2 or
1 കറക്റ്റ് ആവും, ഇവിടെ 1 or 2 ഇവിടെയും കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓപ്ഷനിൽ ഏതാണുള്ളത് അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഓപ്ഷനിലുള്ളത് സെലക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തതും ഒരു മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. മാത്സ് ദ ഫോളോയിങ് ചെയ്തിട്ട് നിങ്ങൾ ബോറടിച്ചോ? അപ്പോൾ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് അടുത്ത് തന്നിട്ടുള്ളത്. നമ്മൾ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ നമുക്ക് നോക്കാം ഏതായിരിക്കും സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നുണ്ടാവുക. ബ്ലഡ് സെൽസിനെ അതിൻ്റെ ബ്ലഡ് സാമ്പിൾസിൽ നിന്ന് ബ്ലഡ് സെൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ്. അപ്പം അതിൻ്റെ പ്രോട്ടീൻസും അതുപോലെ പ്ലാസ്മേനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും കേട്ടോ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്തിട്ട്. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് അതാണ്. ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ക്രോമ എന്ന് പറഞ്ഞാൽ കളർ എന്നാണ് കേട്ടോ. ക്രോമ എന്ന് പറഞ്ഞാൽ കളറാണ്. സോ കളർ ബേസിസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഡൈസിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈകൾ ഉണ്ടാവും അല്ലേ, കളർ ഇമ്പാർട്ട് ചെയ്യുന്ന കുറേ ഡൈകൾ ഉണ്ടാവും. ആ ഡൈകളിനെയാണ് കെമിക്കൽസിനെയാണ് ഡൈസ് എന്ന് വിളിക്കുക. കളർ ഇമ്പാർട്ട് ചെയ്യുന്ന കെമിക്കൽസാണ് ഡൈസ്. ആ ഡൈസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ക്രോമാറ്റോഗ്രഫിയാണ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും നമുക്ക് നോക്കുന്ന സമയത്ത്? യെസ്, സെപ്പറേറ്റിംഗ് ഡിഫറെൻറ്റ് കളേർഡ് ഡൈസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പം നമുക്ക് 2, 3ലേക്കാണ് വരുന്നത്. ഇനി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് നമ്മൾ പറഞ്ഞു പെട്രോളിയം കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഓപ്ഷൻ 3, 5ലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ഡിഫറൻസ് അല്ലേ. ഡെൻസിറ്റി 2 ലെയറുകളായിട്ട് നിൽക്കുന്നതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യുന്നത്. ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത് എന്താണ്? ടീ ഡസ്റ്റ്, ഇൻസോളിബിൾ ആയുള്ള ഒരു സോളിഡിനെ ലിക്വിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുക. ഫിൽട്രേഷനിൽ ഒരു ഫിൽറ്ററിങ് മീഡിയം അല്ലെങ്കിൽ ഒരു ഫിൽറ്ററിങ് പേപ്പറൊക്കെ നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. സോ ഫിൽട്രേഷൻ 5ലേക്കാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഈസിലി പറയാൻ പറ്റും 1 എന്താണ്? 1 ഏതുമായിട്ടാണ് മാച്ച് ആവുന്നത്? 1 കറക്റ്റ്ലി വരുന്നത് 4 ആണ്. 2 കറക്റ്റ്ലി വരുന്നത് ഏതാണ്? 2 കറക്റ്റ്ലി വരുന്നത് 3 ആണ്. ഇനി 3 കറക്റ്റ്ലി വരുന്നത് എവിടേക്കാണ്? 3 കറക്റ്റ്ലി നമുക്ക് വരുന്നത് 5ലേക്കാണ് അല്ലേ. അതുപോലെ തന്നെ 4 കറക്റ്റ്ലി വരുന്നത് 2ലേക്കാണ് ആൻഡ് 5 കറക്റ്റ്ലി വരുന്നത് 1ലേക്കാണ്. സോ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഓപ്ഷനിൽ കറക്റ്റായുള്ള ആൻസർ വരേണ്ടത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോട്ട് ഡൗൺ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മിക്സർ കണ്ടെയ്ൻസ് സോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ വുഡ് പൗഡറാണ് കേട്ടോ. വുഡ് നമ്മൾ സോപ്പ് മില്ലിൽ അവർ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, അത് മുറിക്കുന്ന സമയത്ത് അവിടെ വരുന്ന വേസ്റ്റിനെയാണ്, ആ പൗഡറിനെയാണ്, വുഡ് പാർട്ടിക്കിൾസിനെയാണ് സോഡസ്റ്റ് എന്ന് വിളിക്കുക. സോൾട്ട്, അയണൈൽസ്. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അയണൈൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അയണൈൽസ് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മിക്സറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് അല്ലേ. മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് ആദ്യം ചെയ്യുക. അപ്പോൾ മാഗ്നറ്റിക് സെപ്പറേഷൻ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫുള്ളി ഓപ്ഷൻസ് വായിച്ച് നോക്കുകയാണെങ്കിൽ മുമ്പേ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ മാഗ്നറ്റിക് സെപ്പറേഷൻ ആദ്യം ചെയ്യാം. അതിനുശേഷം നമുക്കറിയാം സോൾട്ടും സോഡസ്റ്റും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? സോഡസ്റ്റ് വാട്ടറിൽ സോളിബിൾ അല്ല, പക്ഷേ സോൾട്ട് എന്താണ്? വാട്ടറിൽ സോളിബിൾ ആണ്. അപ്പോൾ നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫിൽട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? സോഡസ്റ്റിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് ഇൻസോളിബിൾ ആണ്, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇവാപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്യാം, വാട്ടറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 3 തിങ്ങിനെയും ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇത് ഫോളോ ചെയ്താൽ മതി. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്നത്, കാരണം അയണൈൽസ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ലോജിക്കലി നമ്മൾ എന്ത് ചെയ്യണം? തിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടും. അവിടെ ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ മിക്സർ ഓഫ് ഓയിൽ, വാട്ടർ ആൻഡ് ഷുഗർ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിലും വാട്ടറും ഷുഗറാണ്. വാട്ടറിൽ ഷുഗർ എന്ത് ചെയ്യും? വാട്ടറും ഷുഗറും ഡിസോൾവ് ആവും അല്ലേ. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവും. ഓയിലും വാട്ടറും എന്ത് ചെയ്യില്ല? മിക്സ് ചെയ്യില്ല, ഇമ്മിസിബിൾ ആണ് അല്ലേ. ഓയിലും വാട്ടറും ഇമ്മിസിബിൾ ആണ്, മിക്സ് ആവില്ല. ഇതെന്താണ്? മിക്സ് ആവുന്നതാണ്, മിസ്സിബിൾ ആണ് അല്ലേ. മിക്സ് ആവുന്നതാണ്, സോളിബിൾ ആയിട്ടുള്ള ഒരു തിങ് ആണ് അല്ലേ. മിക്സിബിൾ അല്ലെങ്കിൽ സോളിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടി വരിക? വിച്ച് ഓഫ് ദ ഫോളോവിങ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ് ടു സെപ്പറേറ്റ് ദ കോമ്പണൻസ് ഓഫ് ദിസ് മിക്സർ. ഇവിടെ രണ്ടും ലിക്വിഡാണ്. അപ്പോൾ നമുക്ക് ഫിൽട്രേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഫിൽട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ഫിൽട്രേഷൻ ചെയ്യണമെങ്കിൽ ഒന്ന് സോളിഡ് ആയിരിക്കണം, ഫിൽറ്റർ പേപ്പറിൽ അവിടെ തങ്ങി നിൽക്കണം. നമ്മൾ ഓയിലിനെ നമ്മൾ ഫിൽറ്റർ പേപ്പറിലൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ എന്ത് ചെയ്യും? സീപ്പ് ത്രൂ ചെയ്യും, അതിലൂടെ ഒഴുകിപ്പോവും.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിൽട്രേഷൻ നമുക്കൊരു നല്ലൊരു മെത്തേഡല്ല അവിടെ. അപ്പോൾ ഫിൽട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 ലെയേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലെയറിന് നമുക്ക് എന്ത് പറ്റും, ഗ്ലാസ് റോഡൊക്കെ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് ഡീകാൻറ്റേഷൻ. അതിനെയാണ് നമ്മൾ ഡീകാൻറ്റേഷൻ. അപ്പം ഓയിലിനെയും വാട്ടറിനെ നമുക്ക് 2 ലെയേഴ്സ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീകാൻറ്റേഷനിലൂടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫോളോഡ് ബൈ ഇവാപ്പറേഷൻ, നമുക്ക് സോൾട്ടിനെയും അല്ലെങ്കിൽ ഷുഗറിനെയും വാട്ടറിനെയും രണ്ടിനെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെ റൈറ്റ് ആൻസർ. നമുക്ക് ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇവാപ്പറേഷനല്ല ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഏറ്റവും പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് 2 ലെയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഓയിലിനെയും വാട്ടറിനെയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം റിമൂവ് ചെയ്യാം. അതിന് നമുക്ക് ഡീകാൻറ്റേഷൻ യൂസ് ചെയ്യാം, ദെൻ നമ്മൾ ഇവാപ്പറേഷൻ. സോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് കമ്പൈൻ ഹാർവെസ്റ്റർ? കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ്. ആ എക്യുപ്മെൻറ്റ് എന്തൊക്കെ ചെയ്യും? ആദ്യം ഹാർവെസ്റ്റ് ചെയ്യും. നമ്മൾ റൈസ് ആണെങ്കിലും വീറ്റ് ആണെങ്കിലും ഹാർവെസ്റ്റ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ സ്റ്റോക്കിൽ നിന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്യും. അതിനെ സ്റ്റോക്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ത്രഷിംഗ് എന്ന് വിളിക്കുക. സെക്കൻഡ് വൺ ത്രഷിംഗ് ചെയ്യും. ആൻഡ് അതിൻ്റെ സ്റ്റോക്കിൽ നിന്ന് റിമൂവ് ചെയ്ത് അതിൻ്റെ ഹസ്കിനെയും ലൈറ്റർ ഇമ്പ്യൂരിറ്റീസിനെയും ഹെവിയർ ആയിട്ടുള്ള നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഗ്രെയിൻസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിന്നോയിങ് എന്ന് പറയുന്ന ഫ്ലോയിങ് വിൻഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലോയിങ് വിൻഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ത്രഷിങ്, വിന്നോയിങ്, ഹാർവെസ്റ്റിംഗ് ഇതെല്ലാം ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റിനെയാണ് നമ്മൾ കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ ഓപ്ഷൻ എ ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി 4 മിക്സ്ചേഴ്സ് ആർ ഗിവൺ ബിലോ. 4 മിക്സ്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഗ്രീൻ പീസ്, ചിക്ക് പീസ്. ഗ്രീൻ പീസും ചിക്ക് പീസും അതിൻ്റെ സൈസും കാണാനൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇവിടെ നമുക്ക് ഹാൻഡ് പിക്കിംഗ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക. കാരണം നമുക്ക് കുറച്ചും കൂടി കാണാൻ പറ്റുന്ന ഇമ്പ്യൂരിറ്റീസ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി കാണാൻ പറ്റുന്ന ആളുകളാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രീൻ പീസിനെയും ചിക്ക് പീസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിച്ച് കൈകൊണ്ട് തന്നെ മാനുവലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മാനുവലി അല്ല, ഒരുപാട് AI ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി കോൺ ആൻഡ് ഗ്രാം സീഡ്സ്. കോണും ഗ്രാം സീഡ്സും നോക്കുകയാണെങ്കിലും അവരുടെ വെയിറ്റിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രാം സീഡ്സിനെയും അതുപോലെ തന്നെ കോൺസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഹാൻഡ് പിക്കിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്വാൻസ് ടെക്നോളജീസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബേസ്ഡ് ഓൺ കളേഴ്സൊക്കെ എന്താണ് നമ്മൾ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇനി റൈസ് ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ അവിലാണ് റൈസ് ഫ്ലേക്സ് എന്ന് പറയുന്നത്. റൈസ് ഗ്രീൻസ് എന്ന് പറയുന്നത് എന്താണ്, അരിമണികൾ കേട്ടോ, അരിമണികളാണ്, അരിനെയാണ് നമ്മൾ റൈസ് ഗ്രെയിൻസ് വിളിക്കുക. ഇവർ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഒന്ന് ലൈറ്ററാണ്, റൈസ് ഫ്ലേക്സ് ലൈറ്ററാണ്. റൈസ് ഗ്രെയിൻസ് എന്താണ്, കുറച്ചുകൂടി ഹെവിയർ ആണ് കമ്പയർ ടു റൈസ് ഫ്ലേക്സ്. സോ ഇതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിന്നോയിങ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ലേ. വിന്നോയിങ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, 2 മിക്സേഴ്സ് തന്നിട്ടുണ്ട്. വിച്ച് 2 മിക്സ്ചേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിങ് വിന്നോയിങ്. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ 1ഉം 2ഉം റോങ് ആണ്. ഓപ്ഷൻ 3ഉം 4 ആണ് നമുക്ക് വരാനുള്ളത്. പൊട്ടാറ്റോ വേഫേഴ്സ് അറിയാം, പൊട്ടാറ്റോ ചിപ്സ് ലൈറ്ററാണ് അല്ലേ, ലൈറ്ററാണ്. ആൻഡ് ബിസ്ക്കറ്റ്സ് കമ്പാരിറ്റീവ്ലി എന്താണ്, കുറച്ചും കൂടി ഹെവിയർ ആണ്. സോ ബിസ്ക്കറ്റിനും പൊട്ടാറ്റോ വേഫേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിന്നോയിങ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ 2 മിക്സേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സോ 3 and 4 എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമ്മൾ ആദ്യത്തെ 2 ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈസിലി എന്ത് പറ്റും, 3 and 4 എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് വരാം. ഇനി നമുക്ക് അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഒരു ക്രൊമാറ്റോഗ്രഫിയുടെ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ഈ ഒരു ക്രൊമാറ്റോഗ്രഫിയുടെ പിക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പിക്ചർ ഒരു ഫുഡ് സാമ്പിളിൻ്റെ ഒരു കളറാണ് തന്നിട്ടുള്ളത്. ഈ ഒരു കളർ നമ്മൾ നോക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്പണൻസ് PQRS ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. P ഇവിടെയാണ് വരുന്നത്, Q ഇവിടെയാണ് വരുന്നത്, R ഇവിടെയാണ് വരുന്നത്, S ഇവിടെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫുഡ് സാമ്പിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ക്രൊമാറ്റോഗ്രാഫിയിൽ അല്ലെങ്കിൽ ക്രൊമാറ്റോഗ്രാമിൽ ആ ഒരു പേപ്പറിൽ P ഇത്രയും ദൂരമാണ് ട്രാവൽ ചെയ്യുക, Q ഇത്രയും ഈ ഒരു രീതിയിലാണ് സ്പോട്ട് കാണിക്കുക, R ഇവിടെയാണ് സ്പോട്ട് കാണിക്കുക, S ഇവിടെയാണ് സ്പോട്ട് കാണിക്കുക. അപ്പോൾ ഏതൊക്കെ രീതിയിൽ സ്പോട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഒരു ലൈന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പണൻസ് നോട്ട് പ്രസൻറ്റ് ഇൻ ഫുഡ് സാമ്പിൾ. ഫുഡ് സാമ്പിളിൽ പ്രസൻറ്റ് അല്ലാത്ത കോമ്പണൻസ് ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ. ജസ്റ്റ് സിംപ്ലി നമുക്ക് ഫുഡ് സാമ്പിളിലെ സ്പോട്ട് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കറക്റ്റ്ലി ആറിലേക്ക് മാർക്ക് ആവുന്നുണ്ട് അല്ലേ, ആറിലേക്ക് ഒരു ലൈന് മാർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. സോ R അതിൽ പ്രസൻ്റ് ആണ്. സോ R വരുന്ന 2 ഓപ്ഷൻസേ ഉള്ളൂ, ഓപ്ഷൻ ബിയും സിയും ആണ് അല്ലേ. സോ ഓപ്ഷൻ ബിയും സിയും ആണ് റൈറ്റ്, ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു പാർട്ടിൽ വരുന്നുണ്ട്, ഈ ഒരു പാർട്ടിൽ സ്ട്രെയിറ്റ് ലൈൻ മാച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കളർ വരുന്നുണ്ടോ, ഇല്ല.
ക്യൂ ആക്ച്വലി അണ്ടർ ആണ് അല്ലേ, താഴെയാണ് വരുന്നത്. സോ അവിടെ റോങ് ആണ്. ഇനി ഇവിടെ കറക്റ്റായിട്ട് ലൈൻ വരുന്നുണ്ട്, എവിടേക്ക്, പിയിലേക്കാണ് കറക്റ്റായിട്ട് ലൈൻ വരുന്നത്. സോ പിയും ആറും ആണ് ആ ഒരു ഫുഡ് സാമ്പിളിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു തിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കളർ എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ഇറ്റ് പിയും എസ്സും ആണ് ആ ഫുഡ് കമ്പണൻസിൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പിയും ആറും ആണ് കേട്ടോ. സോ ഓപ്ഷൻ ബിയും റോങ് ആണ്, ക്യൂ വരുന്നില്ല. ക്യൂ എന്താണ്, കുറച്ചും കൂടി ഹൈറ്റ് കുറവാണ്. സോ നമുക്ക് ആ സ്പോട്ട് കറക്റ്റ്ലി വരുന്നില്ല. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും പി ആൻഡ് ആർ ആണ്. നമുക്കൊരു പിക്ചർ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിലി പറയാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ നമ്മൾ ബേസ് ചെയ്യേണ്ടത് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് എന്നാണ് പറഞ്ഞത്. ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മൾ മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് പോറിംഗ് ഔട്ട് ലിക്വിഡ് ഇൻ ടു അനദർ കണ്ടെയ്നർ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സെഡിമെൻറ്റ് ഈസ് കോൾഡ് ഡീകണ്ടൻസേഷൻ. അതായത് സെഡിമെൻറ്റ് ചെയ്തിട്ടുള്ള 2 ലേയേഴ്സ് ആയിട്ട് കിടക്കുന്ന തിങ്ങിനെ വിതൗട്ട് ഡിസ്റ്റർബിങ് ദ സെഡിമെൻറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെ നമുക്ക് ഡീകാൻറ്റേഷൻ എന്ന് വിളിക്കുക എന്ന് പറയുന്നത്. ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ടി ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇംപ്യൂർ സബ്സ്റ്റൻസ് മെൽറ്റ് അറ്റ് ഫിക്സഡ് ടെമ്പറേച്ചർ. ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലാണ് ഇംപ്യൂർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് മെൽറ്റ് ആവുക എന്ന് പറയുന്നത്. അത് റോങ് ആണ്. ഇംപ്യൂർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫിക്സഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലല്ല മെൽറ്റ് ആവുക. പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഫിക്സഡ് ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവുക, ഇംപ്യൂർ അല്ല. സോ ഇത് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ എഫ് ആണ് ഇവിടെ വരാം. ഇനി മെത്തേഡ് ഇൻ വിച്ച് ദ മിക്സർ കണ്ടെയ്നിങ് ഡിസോൾവ് പാർട്ടിക്കിൾസ് ഈസ് റൊട്ടേറ്റഡ് അറ്റ് ഹൈ സ്പീഡ് ഈസ് കോൾഡ് സെൻട്രിഫിക്കേഷൻ. സോ ഇതെന്താണ്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം സെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മിക്സറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പണൻസിനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് സെൻട്രിഫിക്കേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഓപ്ഷൻ 3 എന്താണ്, ട്രൂ ആണ്. ഇനി ഓപ്ഷൻ 4 നോക്കാം. ഫിൽട്രേഷൻ ക്യാൻ ബി യൂസ് ടു സെപ്പറേറ്റ് കോമ്പണന്റ് ഓഫ് മിക്സർ ഓഫ് സോളിബിൾ സോളിഡ് ഫ്രം എ ലിക്വിഡ്. ഒരു ലിക്വിഡിൽ നിന്ന് സോളിബിൾ സോളിഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫിൽട്രേഷൻ ത്രൂ ആണെന്ന് പറയുന്നത്. ഒരിക്കലും അല്ല, നമുക്ക് സോളിബിൾ ആയൊരു തിങ്ങിനെ നമുക്ക് ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ ഇവാപ്പറേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ സോളിബിൾ ആയുള്ള സോളിഡിനെയല്ല, ഇൻസോളിബിൾ ആയുള്ള സോളിഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിൽട്രേഷനിലൂടെ സെപ്പറേറ്റ് ചെയ്യുക. സോ ഇത് ഫാൾസ് ആയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഫാൾസ് ആണ്, എഫ് ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഇത് എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സോളിബിലിറ്റി ഓഫ് മോർ സോളിഡ്സ് ഇൻ വാട്ടർ ഇൻക്രീസസ് ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, മോസ്റ്റ് സോളിഡ്സ് എന്ത് ചെയ്യും, അതിൻ്റെ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് വാട്ടറിൽ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഹോട്ട് വാട്ടറിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളോ സോൾട്ടോ ഷുഗറൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഡിസോൾവ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ വിച്ച് എവറിഡേ ഒബ്സർവേഷൻ സപ്പോർട്ട് ദീസ്. ഏത് എവറിഡേ ഒബ്സർവേഷൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ ആ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഷുഗർ ഡിസോൾവ്സ് മോർ ആൻഡ് ഫാസ്റ്റർ ഇൻ ഹോട്ട് ടീ ദാൻ ഇൻ കോൾഡ് ടീ. ഒരു കോൾഡ് വാട്ടറിൽ നമ്മൾ ഷുഗർ സ്റ്റിർ ചെയ്താലും നമ്മൾ ഹോട്ടർ ടീയിൽ ഷുഗർ സ്റ്റിർ ചെയ്താലും പെട്ടെന്ന് ഫാസ്റ്ററായിട്ട് ഡിസോൾവ് ചെയ്യുക ഹോട്ടർ ആയിട്ടുള്ള ടീയിലാണ്. സോ അതാണ് എവറിഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓയിൽ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ എന്ന് പറയുന്നത് അത് ആക്ച്വലി മിസ്സിബിലിറ്റി അല്ലെങ്കിൽ ഇമ്മിസിബിലിറ്റിയുടെ ഒരു എക്സാമ്പിളാണ്. സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത് സെഡിമെൻറ്റേഷൻ ആണ്. ഐസ് മെൽറ്റ്സ് ഇൻ ദ സൺലൈറ്റ് എന്ന് പറയുന്നത് അത് ആക്ച്വലി മെൽറ്റിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. സോ ഓപ്ഷൻ എ ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കാം. നിങ്ങൾ നോർമൽ വാട്ടറിലും ഹോട്ടർ ആയുള്ള വാട്ടറിലും സോൾട്ടോ ഷുഗറൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. കൺസിഡർ ഷുഗർ സൊല്യൂഷൻ, മഡി വാട്ടർ, സോഡ വാട്ടർ വിച്ച് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. അപ്പോൾ എന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് നമുക്കറിയണം അല്ലേ. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആർ ദ മിക്സ്ചേഴ്സ് വിച്ച് ഷോസ് യൂണിഫോം പ്രോപ്പർട്ടി അലോങ് ദ മിക്സ്ചർ. ആ മിക്സ്ചറിൽ മൊത്തത്തിൽ യൂണിഫോം പ്രോപ്പർട്ടി കാണിക്കുകയാണെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. നോർമലി ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് മോസ്റ്റ് ഓഫ് ദി സൊല്യൂഷൻസ്. മോസ്റ്റ് ഓഫ് ദി സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. ഓക്കെ, ഇനി ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ മിക്സ്ചറിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് അലോങ് ദി മിക്സ്ചർ. അലോങ് ദി മിക്സ്ചേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആണ്. നമ്മുടെ ബ്ലഡൊക്കെ എന്താണ്, ബ്ലഡൊക്കെ ആക്ച്വലി ഹെറ്ററോജീനിയസ് മിക്സ്ചറിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഷുഗർ സൊല്യൂഷൻ കംപ്ലീറ്റ്ലി യൂണിഫോം ആണ്. നമ്മൾ ഒരു സ്പൂണ്, ഒരു ഷുഗർ സൊല്യൂഷനിൽ നിന്ന് ഒരു സ്പൂൺ എടുക്കുന്ന സമയത്ത് ഓരോ സ്പൂണിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണോ കിട്ടുക? അല്ല, യൂണിഫോം പ്രോപ്പർട്ടിയാണ് കിട്ടുക. സോ ഇത് ഹോമോജീനിയസ് ആണ്. ഇനി മഡി വാട്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് സെറ്റിൽ ഡൗൺ ചെയ്ത മഡ് ഉണ്ടാവും. ഓരോ ഏരിയയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുക. സോ ഇറ്റ് ഈസ് ഹെറ്ററോ ആണ്. സോഡ വാട്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് സോഡ എന്ന് പറയുന്നത് ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ ആണ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പോപ്പ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്യും.
കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലാണ്, സോഡയിൽ നമുക്ക് ഏറ്റവും ടോപ്പിലാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ CO2 നമുക്ക് കാണാൻ പറ്റുക. അപ്പം അവിടെയും ഹെറ്ററോജീനിയസ് ആണ് അതിൻ്റെ പ്രോപ്പർട്ടി, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയാണ് അലോങ് ദ മിക്സ്ചർ നമുക്ക് കാണാൻ പറ്റുക. സോ ഇവിടെ ഏതൊക്കെയാണ് ഹോമോജീനിയസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ 1 മാത്രമാണ് ഹോമോജീനിയസ്. സോ 1 ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഇവിടെയും എന്ത് ചെയ്യുക നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഇത് എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുക എന്താണ് ഹോമോജീനിയസ് മിക്സ്ചറും ഹെറ്ററോജീനിയസ് മിക്സ്ചറും. ഇവിടെ യൂണിഫോം പ്രോപ്പർട്ടിയാണ് അലോങ് ദ മിക്സ്ചർ. ഹെറ്ററോജീനിയസ് എന്ന് പറയുന്നത് അലോങ് ദ മിക്സ്ചർ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു സാൻഡ് വാട്ടറിലിട്ടായ ഹെറ്ററോജീനിയസ് മിക്സ്ചറാണ്, സോൾട്ട് വാട്ടറിലിട്ടാലും ഷുഗർ വാട്ടറിലിട്ടാലും ഹോമോജീനിയസ് മിക്സ്ചറാണ്. സോ ഇത് എന്ത് ചെയ്യാം നിങ്ങൾ നോക്കാം. സോ ഒരുപാടധികം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഏതെങ്കിലും ക്വസ്റ്റ്യനിലോ ഏതെങ്കിലും പാർട്ടിൽ നിങ്ങൾക്ക് ഡൗട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളതും കൂടി എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യാം ഞാനൊരു ചലഞ്ചായിട്ട് തരാണ്. അതും കൂടി എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ആൻഡ് ഓൾസോ നമുക്ക് മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതിന് മുമ്പ് നിങ്ങൾ NSMCക്ക് രജിസ്റ്റർ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. NSMC എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൂടിയാണ് NSMC എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. മാത്സിലും സയൻസിലും മാത്സിലും നിങ്ങൾ പുലികളാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഒരുപാട് ക്യാഷ് പ്രൈസുകൾ നിങ്ങൾ അവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഹിന്ദുവിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് XNY ഈ ഒരു എക്സാം നടത്തുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ പിന്നായിട്ടും കാണാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അല്ലെങ്കിൽ nsmc.xandlearning.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇതെന്ത് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. സോ താങ്ക് യു.